ഇന്നലെ നമ്മളിവിടെയാണ് നിർത്തിയതല്ലേ? യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും അച്ഛനും അങ്ങനെ മാമന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ അവര് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ചപ്പാത്തിയും മുട്ടക്കറിയാണ് നൈറ്റിലത്തേക്കുള്ള ഫുഡ്. വാട്ടിയ വാഴയിലയിൽ 2 പൊതിയായിട്ടാണ് ഫുഡ് എടുത്തത്. ഫുഡും ഡ്രസ്സും എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം ബസ് കയറി തമ്പാനൂരേക്കാണ് ഞങ്ങൾ പോകുന്നത്. തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നേരെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. 2 ബസ്സൊക്കെ ഒന്നിച്ചാണ് വന്നിരുന്നത്. ഞങ്ങൾ അങ്ങനെ നേരെ ട്രിവാൻഡ്രം ഫാസ്റ്റ് ബസ്സിൽ കയറി തമ്പാനൂർ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ബസ്സിൽ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് ഫ്ലാറ്റ് ആയി. അവള് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. തമ്പാനൂർ ഇറങ്ങി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ. ഞങ്ങൾക്ക് ഒരു 5:30യുടെ ട്രെയിനിനാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 4 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ തമ്പാനൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനും മാമനും നേരെ വേഗം പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മോൾ ഉറക്കമായതുകൊണ്ട് ഞാനും മാമിയും പതിയെയാണ് നടന്നു പോയത്. റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛനും മാമനും ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ സമയം ഇനി ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പതിയെയാണ് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആളുകളൊക്കെ ഓൾറെഡി കയറിയിരിക്കും. അങ്ങനെ ഞങ്ങളും ട്രെയിനിനകത്തേക്ക് കയറി സീറ്റ് നോക്കി നടന്ന് അവസാനം ഞങ്ങൾക്ക് സീറ്റ് കയറിയിരുന്നെങ്കിലും ട്രെയിൻ 5:30 പോകുള്ളൂ. ഇപ്പോഴാണെങ്കിൽ സമയം 4:30 പോലും ആയിട്ടില്ല. അച്ഛനും മാമനും കൂടി പോയി ചായ വാങ്ങി. ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയാലും ചായ കുടിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ ഇന്ന് നല്ല തലവേദന ആയതുകൊണ്ട് ഞാനും ഒരു ചായ വാങ്ങി കുടിച്ചു. പക്ഷെ ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു. മെഷീൻ കോഫി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ട്രെയിൻ എടുത്ത് നമ്മൾ കുറേ ദൂരം എത്തി. അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഗുരുവായൂർ വരെ പോവാണ് കേട്ടോ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ. ഏകദേശം ഞങ്ങൾ ഗുരുവായൂർ അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഗുരുവായൂർ എത്തി. ഞങ്ങൾ എത്തിയ ഉടൻ തന്നെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷ് ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനാണ് പ്ലാനിൻ്റെ. കാരണം ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.